നിങ്ങൾക്കും ഇതുപോലെ ഒരു ലേഡി ഓൺടർപ്രണർ ആകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ലേഡീസിന് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഓറിബോൺസിന്റെ ഡീലേഴ്സ് ആവാൻ ആവശ്യമുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ലേഡീസിന് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ലേഡീസിന് ഒരുപാട് പ്രോബ്ലംസിന് സൊല്യൂഷൻ ആയിക്കൊണ്ടുള്ള ഇന്നർ വെയറിന്റെ ബിസിനസ്സാണ് ഓറിബോൺസ് നടത്തുന്നത്. ഓറിബോൺസിന്റെ ഭാഗമാകാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷാമില മിദത്തി. ഞാൻ ഒരു ഓൺലൈൻ സ്റ്റോർ നടത്തുന്നുണ്ട്. ഷാസ് ക്ലോത്തിങ് എന്നാണ് പേര്. അൽഹംദുലില്ലാഹ് ഒറിബോണിൻ്റെ സഹകരണത്തോടു കൂടി നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറിബോൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് അത് സ്ത്രീകൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കസ്റ്റമേഴ്സ് ഒരു ഐറ്റം സാമ്പിളായിട്ട് മേടിച്ചാലും അഗെയിൻ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല, എന്നാലും കൂടിയിട്ട് നമ്മുടെ അടുത്തൊക്കെ തന്നെയാണ് അന്വേഷിച്ച് വരുന്ന രീതിയിലാണ് ഇപ്പോൾ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിബോൺസിൻ്റെ ഐഷത തന്നെയാണ്. ഐഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകളെ മുൻനിർത്തിയിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു പേഴ്സണെ, ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണെ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പം എന്നെപ്പോലത്തെ ഒരാളെ, അതായത് നമ്മളൊന്ന് പിറകോട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ റീസൺ എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട്, നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു തരാനും പോസിറ്റീവ് സൈഡിനെ അപ്രിഷിയേറ്റ് ചെയ്യാനും മടിക്കാത്തൊരു പേഴ്സണാണ് ആൾ. ആ ഇത്താടെ സപ്പോർട്ട് കൂടി കൊണ്ടാണ് ഞാൻ ഇന്ന് ഇതുവരെ എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒറിബോൺ എന്ന ബ്രാൻഡ് ഇനി മാർക്കറ്റിൽ ഓൾമോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുൻനിര ബ്രാൻഡുകളുടെ കൂട്ടത്തിലേക്ക് നമ്മുടെ ഒറിബോൺ എന്ന് പറയുന്ന ബ്രാൻഡ് എത്താൻ അധികം താമസം വേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആദ്യം വാങ്ങിയിട്ട് അവർക്ക് നല്ലതായി തോന്നിയപ്പോൾ വീണ്ടും അവർ 4 എണ്ണം വരുത്തി. അതുപോലെ ഷേപ്പർ, പാൻറ്റീസ് ഇന്ന് ഓർഡറാക്കിയപ്പോൾ അധികം പോകേണ്ടതാണ്. അല്ലാത്ത സന്തോഷം ഏതായാലും ഉണ്ട്. ആൾക്കാർ ആദ്യം യൂസ് ചെയ്തതുകൊണ്ടേ ആ ക്ലോത്തിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ചെയ്തുകൊണ്ട് നല്ലത് എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നാത്തുമാരൊക്കെ ആദ്യം വാങ്ങിച്ചിരുന്നു. അപ്പോൾ അവർക്ക് മറ്റു കടയിനേക്കാളിലും കൂടുതൽ ക്വാളിറ്റിയുള്ള സാധനമായപ്പോഴേ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആദ്യം 2 എണ്ണം വാങ്ങിച്ച്, ഇപ്പോൾ 4 എണ്ണം വാങ്ങിച്ചു. ഓരോ കാര്യങ്ങൾ ഓരോന്നും പാൻറ്റീസും അങ്ങനത്തെ ഓരോന്നും. ഇപ്പോൾ ആദ്യത്തെ മാതിരി നമുക്ക് വിളിച്ച് ചോദിക്കൊന്നും വേണ്ട. ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്. പിന്നെ സാധനം അവിടെ കിട്ടുന്നില്ല ഒരു ബോധ്യം ആൾക്കാർക്ക് വന്നിക്കണം. ഒരുപാട് താങ്ക്സ്. സജില മക്കളൊക്കെ ഇനിയും വേണമെന്നൊക്കെ പറയുന്നുണ്ട്, ഓർഡർ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്, നല്ല കംഫർട്ടായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള ഇതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അനുസരിച്ചുള്ള സൈസിൽ അങ്ങനെ വാങ്ങുന്നല്ലാതെ പിന്നെ ഇങ്ങനത്തെ ഏത് സൈസിൽ എടുക്കണമെന്നുള്ളത് നമുക്കറിയില്ല. അപ്പം എൻ്റെ അടുത്താകുമ്പോൾ നമുക്ക് ശരിക്കും ചോദിക്കാനും പറയാനൊക്കെ പറ്റുമല്ലോ. ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് ഇന്നോവേഴ്സ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചിലരൊന്നും അത് എക്സ്ചേഞ്ച് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. പിന്നെ സൈസ് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പിന്നെ എക്സ്ചേഞ്ച് ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ചോദിക്കാനും പറയാനൊക്കെ സുഖമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇളച്ചികളൊക്കെ പറയുന്നുണ്ട്, വാങ്ങാവുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. ഫസ്റ്റ് വാങ്ങിയ 2 സാധനങ്ങളും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കംഫർട്ടായിട്ട് നമുക്ക് നല്ല കംഫർട്ടബിളായി തോന്നുന്നുണ്ട് ഉപയോഗിക്കുമ്പോഴേക്കേ. നല്ല അഭിപ്രായമാണ്. അതുകൊണ്ടാണ് ഞാൻ 2ാം പ്രാവശ്യം ആ സാധനം തന്നെ വാങ്ങാൻ പറഞ്ഞത്. മോളെ ബ്രാ ഉപയോഗിച്ചിട്ടുള്ള പറയുന്നുണ്ട്, ഇട്ട ഫീലിങ്സേ ഇല്ല. നമ്മളൊരു ഇറിറ്റേഷൻസ് ഉണ്ടാവില്ല നമുക്ക്, ഷോൾഡറിൻ്റെ ഭാഗത്തും ഒക്കെ ഭയങ്കര ഇറിറ്റേഷൻസ് ഉണ്ടാവില്ല. അതൊന്നും ഇല്ല എന്ന് പറയുന്നത് നല്ല ഒരു ഒന്നും ബുദ്ധിമുട്ടില്ലാത്തൊരു രീതിക്കാണ് സാധനം നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല ഫോട്ടോ വിടുമോ? അസ്സലാമു അലൈക്കും. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ നമ്മളെ ഒറിബോൺസിൻ്റെ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമായി. അവർ വാങ്ങിച്ചു. പിന്നെ കൂടാതെ അവരുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ അത് കണ്ട് കുറേ ആൾക്കാർ മൂവിങ് എന്നുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ അവർക്ക് അതിനോടൊരു താല്പര്യം തോന്നി. അപ്പോൾ ഒരു 2000 അല്ലെങ്കിൽ 2500 ക്യാഷ് വന്നിട്ട് അങ്ങനെ കുറച്ച് സെയിൽ ചെയ്യണം എന്ന് പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ആ ഒറിബോൺസിൻ്റെ സാധ്യത ഒരുപാടുണ്ടെന്ന് എനിക്കും മനസ്സിലായി. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ എങ്ങനെ വലുതാക്കണം എന്നുള്ളൊരു ആഗ്രഹമാണുള്ളത്. ഒന്നുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ബിസിനസ് ചെയ്യണം എന്നുള്ള താല്പര്യമുണ്ട്. അവൾ നല്ല കോൺഫിഡൻറ്റിലാണ്. എന്തായാലും ചിലവാകും, കുറേ ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞ്. ഓൾറെഡി അവർ വേറെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒറിബോൺസിൻ്റെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അവൾക്ക് അറിയണതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്.
അസ്സലാമലൈക്കും. ഇപ്രാവശ്യം അത്യാവശ്യം മാഷാ സെയിലുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പ്രൊമോട്ട് ചെയ്യാൻ കൂടുതൽ തുടങ്ങി. കാരണം ഇതിൻ്റെ മേലെ കുറച്ച് പണിയെടുക്കാൻ തുടങ്ങി. ഞാൻ കഴിഞ്ഞ ഞങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഇതുവരെ ഇതിലേക്ക് നിന്നിട്ടില്ല. ഇവിടെ ഷോപ്പിൽ വരുമ്പോൾ കാണുന്നവർ ചോദിച്ച് വാങ്ങി എടുക്കാമെന്നല്ലാണ്ട് ഇതിനധികം പ്രൊമോഷനൊന്നും ഞാൻ അധികം ചെയ്തിട്ടില്ല. പക്ഷേ ഈ മാസമാണ് ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇപ്പം അപ്ഡേഷൻ കൊടുക്കാനും പോസ്റ്റ് ഇടാനും ഒക്കെ തുടങ്ങിയത്. പക്ഷേ വാങ്ങിച്ചവർ തന്നെ എന്നോട് വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് മുന്നോട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെയുള്ള സാധനങ്ങളാണ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള സാധനങ്ങൾ എനിക്ക് നന്നായിട്ട് കുറഞ്ഞിട്ട് ഇപ്പോൾ ഷേപ്പർ പിന്നെ ഒന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ പോയി. പിന്നെ ഒരാൾക്ക് ഞാൻ ക്ലാരൻ്റെ ഒന്ന് ഞാൻ ട്രയൽ കൊടുത്തത്, ഒരു ക്ലോത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഇത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്തപ്പോഴാണ് ഒരു 3 കൂടി വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു സങ്കടമായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യണം, എന്തുകൊണ്ടേക്കും എനിക്കിത് ചെയ്യാൻ പറ്റാത്ത അങ്ങനെ ഒരു സംഭവം കിട്ടും. നിങ്ങൾ ഓരോ റിവ്യൂ കേൾക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പറയുമ്പോൾ എനിക്ക് മാത്രം ചെയ്യാൻ പറ്റാത്തത്. കാരണം ഞാൻ ഒരു 8 കൊല്ലത്തോളം കഴിഞ്ഞ് ഞാൻ റീസെല്ലിംഗ് എന്ന സംഭവം ഞാൻ ചെയ്യണത്. അപ്പോൾ പിന്നെ എനിക്ക് അതിലുണ്ട് കുറച്ച് കസ്റ്റമേഴ്സ്, എന്നിട്ട് പോലും എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ കഴിഞ്ഞ മാസം ലാസ്റ്റ് വരെ എനിക്ക് അതിൻ്റെ ചിന്ത മുഴുവനും. അപ്പോൾ ഈ മാസമാണ് ഇപ്പം അൽഹംദുലില്ലാ അപ്പം എൻ്റെ അടുത്ത് മറ്റേ ഇതിൻ്റെ ഇത് തീർന്ന് എന്താണ് സനൂന, ഞാൻ എൻ്റെ അടുത്തൊന്നും ഇങ്ങനെ മറ്റേ റിബൺസിൻ്റെ ഷേപ്പർ വാങ്ങിയില്ലേനോ. അപ്പോൾ ആദ്യം വാങ്ങുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ മുന്നേ ഞാനൊന്ന് വാങ്ങി കുടുങ്ങിപ്പോയതൊക്കെയാണ്. അപ്പോൾ നീ പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത്. ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ സത്യം പറയാലോ, എനിക്ക് ഭയങ്കര ഡ്രസ്സൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള പോലെ, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, നന്നായിട്ട് അത് ഉള്ളിലേക്ക് പോയി നിൽക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഹിപ്പ് സൈസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നല്ലോണം ഒതുങ്ങിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്ന പോലെയൊക്കെ തോന്നി. എന്തായാലും നല്ലൊരു യൂസ്ഫുൾ സാധനം. അപ്പോൾ എനിക്ക് ഒന്നും കൂടി അത് വേണം. അസ്സലാമലൈക്കും. സാധനം കിട്ടിയിട്ടാ, അടിപൊളി സാധനമാണ്. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല കംഫർട്ട് ഉണ്ട്, നല്ല സുഖമുണ്ട് ഇടാൻ. ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ എത്ര പ്രതീക്ഷിച്ചില്ല. ഞാനിവിടുന്ന് തീരെ വാങ്ങിക്കാറില്ല, ഗൾഫിലത്തെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കൊണ്ടുവരലാണ്, അല്ലെങ്കിൽ കൊടുത്തേക്ക് എന്തെങ്കിലും ചെയ്യാറാണ് സാധാരണ. പക്ഷേ ഇത് ഞാൻ നോക്കട്ടെ എന്താ പാടുന്ന് വിചാരിച്ചിട്ട് ഞങ്ങളോട് കൊണ്ടുവരാൻ പറഞ്ഞത്. പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ നല്ല സുഖമുണ്ട്, കിട്ടുമെന്ന് തോന്നണേ ഇല്ല. അങ്ങനത്തെ ഒരു തുണി നല്ല സുഖമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും വേണം. പിന്നെ ഞാൻ എൻ്റെ ഫാമിലിയിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, താടും അനിയത്തിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറഞ്ഞതിന് ശേഷം അവർക്ക് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു നല്ല സാധനമാണ്, നല്ല സുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഫ്രണ്ടുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അവർക്കൊക്കെ വേണം കേട്ടോ. എന്തായാലും നല്ല സാധനം, നല്ല സുഖമുണ്ട് ഇടാൻ. ഐഷത്ത് ഞങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞ ശരിയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരാൾ ക്യൂട്ടിൻ്റെ ബ്രസിയർ വാങ്ങിച്ചു. അത് പിന്നെ 36 വാങ്ങിച്ചത്. അവർക്ക് സ്ഥിരമായിട്ട് അവരെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. 12 ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറേ കാലം ഇതിനുണ്ടാവും എന്നാണ് പറയുക. അപ്പോൾ എന്നിട്ട് അടുത്ത ആളും അയൽവാസിയൊക്കെ ആയ കാരണം എൻ്റെ കയ്യിൽ നിന്ന് 2 വാങ്ങിച്ചതാണ്. പക്ഷേ ഇന്നലെ ആൾക്ക് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞോളാം, നല്ല സാധനമാണ്, എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല കംഫർട്ടാണ്. അപ്പോൾ ഞാൻ ജ്യേഷ്ഠൻ്റെ ഭാര്യയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയട്ടെ.